ഒരു ന്യായീകരണം നോക്കണേ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി കയറിയപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ക്ലാസ് എടുത്ത BJP നേതാവ് VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ വാഴോട്ടുകോണത്തെ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ക്രിമിനൽ കൗൺസിലർ സുഗതനെ പോലീസ് ഇന്നലെ രാത്രി ഹൈക്കോടതി കീഴടങ്ങാൻ പറഞ്ഞിട്ടും മുങ്ങി നടന്നതിനെ തുടർന്ന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിയമം നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ നേരെ വന്ന ഇത് പകപോക്കലാണ്. എന്നാൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ വീട്ടിൽ കയറുന്നു. അത് നിയമത്തിന്റെ വഴിക്ക് പോവുകയാണ്. അടിമുടി ക്രിമിനലും ക്ഷേത്രങ്ങളിൽ വെച്ച് വരെ പട്ടികജാതി ഹിന്ദുക്കളെ മൃഗീയമായി കയ്യേറ്റം ചെയ്തവൻ അവൻ മഹാനാണ്. അവനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ കുറിച്ചും ആ വിഷയത്തെക്കുറിച്ചൊക്കെ മേയർ പറയുന്നത് ഒന്ന് കേട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ വിപിൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് ഇൻസ്പെക്ടർ റാങ്കാണ്. അദ്ദേഹം CI ആണ്. അപ്പോ അത് DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റികളെ കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹത്തിനെതിരായി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിപിനോട് നിർബന്ധിതമായി അവധിയിൽ പോകണമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം വിപിൻ അവധിയിൽ പോയിരുന്നു. ഒരു മുൻ MLA സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചെന്നിരുന്ന് നിർബന്ധം ചെലുത്തിയിട്ടാണ് വിപിന്റെ അവധി ക്യാൻസൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അന്വേഷിച്ചു നോക്കട്ടെ, നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അടുത്ത ഘട്ടത്തിൽ ഞാൻ പേര് പറയാം. അങ്ങനെ ഒരു മുൻ MLA സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചെന്നിരുന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ടാണോ പോലീസിലെ ഇടതുപക്ഷ നേതാക്കന്മാർ, പോലീസ് സേനയിൽ ജോലി ചെയ്യുന്നവരുടെ അദ്ദേഹം നിർബന്ധിച്ചിട്ടാണ് ഈ വിപിന്റെ തിരിച്ചു കൊണ്ടുവന്നത്? വിപിന്റെ തിരിച്ചു കൊണ്ടുവന്നത് വിപിനെ ഒരു ഘട്ടത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിപിനോട് നിർബന്ധമായി അവധിയിൽ പോകണമെന്ന് പറഞ്ഞതാണ്. അതിനനുസരിച്ച് വിപിൻ അവധിയിൽ പോയതാണ്. ഈ മുൻ MLA പ്രേരണ കാരണം വിപിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സുഗതനെ ഈ കാപ്പ കേസിൽ പെടുത്തുവാനുള്ള ഒരു പരിശ്രമം നടത്താൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ അന്വേഷിച്ചു നോക്കും. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. LDF MLA ആണ്. LDF MLA ആണ്. മുൻ MLA ആണ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അതിനുശേഷം ഞാനിപ്പോ ഒരു ദിവസം ഈ വിഷയത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ആദ്യഘട്ടം. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് ചുരുക്കം ദിവസങ്ങളിലേ ആയുള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നടന്നത് പുതിയ ഗവൺമെന്റ് വരുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണ്. വട്ടിയൂർക്കാവ് സംഭവമൊക്കെ ഉണ്ടായത് പുതിയ ഗവൺമെന്റ് സമയത്തല്ലല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്ന സമയത്താണല്ലോ. പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളാണ് ആദ്യഘട്ടം ഉണ്ടായത്. ഞാൻ മാധ്യമങ്ങൾ ഇനിയും കാണുന്നുണ്ടല്ലോ. ഈ വിഷയം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ആ സമയത്തുണ്ടായിരുന്നു, ഇത് നടന്ന സമയത്തുണ്ടായിരുന്നു. ആദ്യം തിരുവനന്തപുരത്തുള്ള മാധ്യമങ്ങൾ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു മുൻ MLA സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസുമായി ബന്ധപ്പെട്ട് വിപിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ലീവ് ക്യാൻസൽ ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രേരണ ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവധിയിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു വന്നത്. അദ്ദേഹം മേയറെ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നാണ് അങ്ങ് വാദിക്കുന്നത്. താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് തരത്തിലുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത്. 100 കണക്കിന് ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അല്ല, ആ നിലയ്ക്കുള്ള ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ. കാപ്പ കേസ് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഭരിക്കുന്ന നേതൃത്വം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കാപ്പ കേസിൽ പെടുത്തുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. കാപ്പ കേസിൽ പെടുത്തണോ വേണ്ടെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജില്ലാ ഭരണകൂടമാണ്. അതിന് ഒരുപാട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. സുഗതനെ കാപ്പ കേസിൽ പെടുത്തിയിട്ടുള്ള രേഖ അങ്ങയുടെ കയ്യിലുണ്ട്. എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ തറവാട്ടി പറഞ്ഞവരെ വീട്ടിൽ പറ്റില്ല, അല്ലെങ്കിൽ സംഘപരിവാറുകാരായിട്ടുള്ള സവർണന്മാരുടെ വീട്ടിൽ പറ്റില്ല. അതല്ല, ഈ തൊഴിലാളി വർഗ്ഗങ്ങളോട്, പട്ടികജാതിക്കാരോട്, പിന്നോക്കക്കാരുടെ വീട്ടിലെ പാടുള്ളൂ. ഞങ്ങൾ തറവാട്ടി പറഞ്ഞ രാജവംശത്തിലുള്ളവരാണ്, ഞങ്ങൾക്ക് വേറെ നിയമമാണ്, ഞങ്ങൾ താമസിക്കുന്ന രാജകൊട്ടാരങ്ങളിലാണ്, അവിടെയെങ്ങും ഇങ്ങനത്തെ നിയമം പാടില്ല, നിയമത്തിന്റെ വഴിക്ക് പോകാൻ പാടില്ല. ഇത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം നമ്മുടെ നേരെ വരുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പാടില്ലേ, അവിടെ വരുമ്പോൾ അതങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്
എന്ന് ക്ലാസ് എടുക്കുന്നവർ സാഹചര്യത്തിനനുസരിച്ച് ക്രിമിനലുകളെ എങ്ങനെയാണ് വെള്ളപൂശുന്നു എന്നതാണ് ആ പ്രതികരണത്തിലൂടെ കണ്ടത്. അതുകൊണ്ട് കൂടുതൽ മോങ്ങലൊന്നും വേണ്ട. വട്ടിയൂർക്കാവ് മുൻ MLA ആയിട്ടുള്ള VK പ്രശാന്താണ് ഇതിന് പിന്നിലെന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. VK പ്രശാന്ത് അല്ല ഇപ്പോൾ വട്ടിയൂർക്കാവിലെ MLA. പിണറായി വിജയൻ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സമയം പോയി കഴിഞ്ഞു. ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് തന്നെ ഇന്നിപ്പോൾ 3 ആഴ്ചയാകുന്നു. എന്നിട്ട് പുതിയ സർക്കാരിന്റെ കീഴിൽ വട്ടിയൂർക്കാവിൽ പുതിയ MLA വന്നു. അവരുടെ DGP, അവരുടെ പോലീസ് നേരെ വന്നിട്ട് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പുതിയ നരേഷനൊക്കെ സൃഷ്ടിക്കുന്നവരടുത്ത് ഹൈക്കോടതിയേക്കാൾ വലുതല്ല ഒരു സുഗതനും ഒരു രാജേഷും അല്ലെങ്കിൽ ഒരു V മുരളീധരനും അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ചക്രവർത്തിയും രാജകൊട്ടാരവുമാണെങ്കിൽ, പക്ഷേ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇവിടെ ജനാധിപത്യ രീതിയിൽ നിയമവ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി സാധാരണക്കാരനായ മനുഷ്യനെ ക്രൂരമായി തല്ലിച്ചതച്ച ഒരു കാപ്പ കേസ് പ്രതിയെ വീട്ടിൽ കയറി പോലീസ് നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്തു. അതിനപ്പുറത്തേക്ക് കൂടുതൽ ബിൽഡപ്പ് ഒന്നും അതിന് വേണ്ട തന്നെ.